ഇയാള് പാന്റിന്റെ പൈസ തരണ്ട, ഇയാളെ നിക്കറിന്റെ പൈസ വാങ്ങിച്ചിട്ടുള്ളൂ, ഇയാളെ മറ്റേ പാന്റിന്റെ തുണി മൊത്തം മടക്കി ഞാൻ ആ തുണി ഒന്നും എടുത്തിട്ടില്ല, ആ നിക്കറിൽ തന്നെ ഉണ്ട്, അത് മടക്കി നല്ല കട്ടിക്ക് തന്നെയാണ് അടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? ഞാനിത് മീറ്ററിൽ തൊട്ട് നിങ്ങളായിട്ട് കാണിച്ചാണ്ടല്ലോ, ഞാൻ എൻ്റെ കുടുംബം എഴുതി വിറ്റ് കേസ് പറയേണ്ടി വരും. അവൻ ആ രീതിയിൽ എന്നെ പെടുത്തിക്കളയും. ധൈര്യമുണ്ടോ ഞാൻ പറയുന്ന കള്ളമാണെന്നുള്ള കാര്യം? 50 തവണ എൻ്റെ വീട്ടിലൊരു രാത്രിയിൽ പവർ കട്ടായത് ഞാൻ എണ്ണിയ വ്യക്തിയാണ്. 15 മിനിറ്റത്തേക്കാണ് ഇപ്പം കറണ്ട് കട്ടായത്. ഇത് കണ്ടില്ലേ, 13 പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കേരളത്തിൽ നിരവധിയായ ജനകീയ സമരങ്ങളിലൂടെ ജനശ്രദ്ധയാകർഷിച്ച വ്യത്യസ്തനായ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു കൊല്ലം ജില്ലയിലെ തലവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായ രഞ്ജിത്ത്. നമ്മുടെ നാട്ടിലിപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അമിതമായ വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ സമരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്ന പരാതി നമ്മുടെ നാട്ടിലും അതുപോലെ ഈ തലവൂർ ഗ്രാമപഞ്ചായത്തിലും ഉയർന്ന സാഹചര്യത്തിൽ ഈ ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനാവശ്യമായ ഒരു നല്ല ഡിവൈസ് ഈ രഞ്ജിത്ത് മെമ്പർ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് രഞ്ജിത്ത് മെമ്പറിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു വരാം. ഹലോ മെമ്പറെ, നമസ്കാരം. നിങ്ങൾ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ മാത്രമല്ല, നിങ്ങൾ കേരളക്കാരുടെ മൊത്തം ഒരു മെമ്പറായി മാറിയിരിക്കുന്നത്. കാരണം നിങ്ങൾ ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിരവധിയായ ജനകീയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവന്നു. കാരണം വൈദ്യുതി ബോർഡ് ഈ അമിതമായ ചാർജ് ഈടാക്കിയപ്പോൾ നിങ്ങൾ ചില്ലറ കാശ് കൊടുത്ത് അവരെ ഒന്ന് ബുദ്ധിമുട്ടിച്ചു. ഇപ്പോൾ വസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കറുത്ത വസ്ത്രം ധരിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ദേഹം മൊത്തവും വെള്ള പെയിൻ്റ് അടിച്ച് ത്യാഗം ചെയ്തുകൊണ്ട് വസ്ത്രത്തിൻ്റെ ധരിക്കുന്നതിനുള്ള ഭരണഘടനാ ബോധ്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോൾ നിങ്ങളൊരു പുതിയ ഡിവൈസ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ എന്നാണ് ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നത്. എന്താ മെമ്പറെ കാര്യങ്ങൾ? അപ്പം ഞാൻ അതിനകത്തൊരു തിരുത്തുന്നുണ്ട്. ആദ്യം പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടും എന്നുള്ള കാര്യം. ഒരു 1000 പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം പോലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പറയാം. എല്ലാവർക്കും ഒരു പൊതുവേ ഒരു എല്ലാ സമൂഹത്തിലും മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ KSEBിയുടെ ഒരു വിഷയം. KSEB ഇല്ലാതെ, അവരുടെ സേവനമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്, അല്ലേ? തീർച്ചയായും. അപ്പോൾ എന്താണ് താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അവർക്കും അറിയാം. ആ നിയമപരമായിട്ട് സേവനം തന്നില്ല എങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള ഇതും നിയമവും നമ്മുടെ നാട്ടിൽ ഉണ്ട് താനും. പക്ഷെ അതാരും ക്ലെയിം ചെയ്യാൻ പോകത്തില്ല. എന്തുകൊണ്ട്? ക്ലെയിം ചെയ്യാൻ പോകുന്ന കാര്യം വിട്, ഒരാൾ അവർക്ക് ഒരു എതിർത്ത് സംസാരിക്കാൻ ആരും ഇപ്പോൾ തയ്യാറല്ല. ഒരു വിവരാശം പോലും നേരിട്ട് KSEB ഓഫീസിൽ കൊടുക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല. ഞാൻ ആ KSEB ഓഫീസിൽ ഈ വിവരാശം കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ആരും നേരിട്ട് കൊണ്ടുകൊടുക്കില്ല. എല്ലാവരും കൊടുക്കുകയാണെങ്കിലും പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇവർ ഈ ഇപ്പം വൈദ്യുതി ചാർജ് വീണ്ടും കൂട്ടിയിട്ടുണ്ട്. ഈ വൈദ്യുതി ചാർജ് കൂട്ടിക്കോളൂ, അത് വ്യക്തിപരമായിട്ട് എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. കൂട്ടേണ്ട ഒരു ആവശ്യവുമില്ല. കൂട്ടാതെ തന്നെ അവരുടെ ദൂർത്ത് കുറച്ച് കഴിഞ്ഞാൽ ഈ സംവിധാനത്തിന് നേരെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ലോകത്ത് തന്നെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കും. ജലത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇതേ സോഴ്സ് വേറെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വേറെ എവിടെ ഇതേ സോഴ്സ് ഉണ്ട്? വേറെ എങ്ങുമില്ല. പ്രകൃതി കൽക്കരി വേറെ ഒരു സാധനം വേണ്ട. ഞാൻ വിവരാശം കൊടുത്തത് വേറൊന്നുമല്ല, എത്ര ചാർജ് കൂട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമില്ല. നിങ്ങൾ കൃത്യമായിട്ട് സേവനം ഞങ്ങൾക്ക് തരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ആ ചില്ലറ കൊടുത്ത് പിന്നെ പ്രതിഷേധിച്ചതൊക്കെ അറിയാം, ജനങ്ങൾക്ക് മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അന്ന് ഞാനൊരു പോയിന്റ് പറഞ്ഞത്, 50 തവണ എൻ്റെ വീട്ടിലൊരു രാത്രിയിൽ പവർ കട്ടായത് ഞാൻ എണ്ണിയ വ്യക്തിയാണ്. ഞാനാണ് എണ്ണിയത് 50 തവണ. അതെ, അന്ന് എണ്ണിയതാണ്. അപ്പം എല്ലാവരും എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്ന കള്ളമാണ്, അങ്ങനൊരു സംഭവമേ നടക്കില്ല. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ചാനൽ വീഡിയോ ഇട്ടപ്പോഴും അതിനകത്തും പലരും കമൻറ്റുകൾ പറയുന്നു അങ്ങനെ എവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളും എന്താണ് ഈ കറണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്, അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരാണ്, ഞങ്ങളിവിടെ കട്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട്. അതിൽ 100-ൽ ഒരാളൊക്കെ പറയുന്നുള്ളൂ, അത് വേറെ വിഷയം. പക്ഷെ അപ്പം അങ്ങനെയുള്ളൊരു സാധനം ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഡിവൈസ് കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യം ഇതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 മാസത്തിന് മുമ്പ് പോലും ഞാൻ എൻ്റെ വീട്ടിൽ കറണ്ട് പോകുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. ഞാനിവിടെ ഇരിക്കുന്ന സമയം
ഡേ ടു ഡേ പേപ്പറാണിത്. ഇരിക്കുന്ന സമയത്തല്ലേ? ഞാൻ ഇരിക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെക്കാറ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഈ പേപ്പർ നോക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു പേപ്പറാണ്, ഇത് പെട്ടെന്ന് എഴുതിയതായിരിക്കും എന്നൊക്കെ തോന്നി. ഒരു മിനിറ്റ്, ഞാൻ ഏതെങ്കിലുമൊക്കെ പേപ്പറിലായിരിക്കും അവിടെ ഇവിടെയൊക്കെ കുറിച്ച് വെക്കുന്നത്. അതിനകത്ത് ഇതൊക്കെ ഞാനിങ്ങനെ എപ്പോഴും ഈ പേപ്പർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ അത് ഞാൻ ഈ ഡബിൾ സൈഡ് പേപ്പർ ഇത് സ്റ്റിക്കർ ഇട്ടില്ലേ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ഈ സാധനം ഇത് എപ്പോഴും ഇവിടെ വന്ന് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എവിടെ ഇരിക്കുന്നു, വെളിയിൽ ഇരിക്കുകയാണ്, പോക്കറ്റിൽ ഒരു പേപ്പർ ഉണ്ട്. ഇപ്പൊ ഒരു ഗ്രാമസഭയുടെ ഒരു പഴയ നോട്ടീസ് ആയിരുന്നു, ഇവിടെ എല്ലാം എഴുതി വെക്കുന്നുണ്ട്. അല്ല അപ്പൊ ഏതാണ് പേപ്പർ? 17/11/24 കണ്ടോ, ടൈം എഴുതിയിരുന്നുണ്ടോ? 23/11/24 ഈ ടൈം കണ്ടു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാം. ഇതിന് ശേഷമാണ് ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇതിലോട്ട് നോട്ട് ചെയ്യുന്നത്. ഇത് അതങ്ങനെ പല പേപ്പറുകളാണ് ഇവിടെ മിക്കവാറും കിടക്കുന്ന പേപ്പറുകളെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത പല പേപ്പറുകൾ കാണാം. അപ്പോൾ ഇത് എല്ലാം എവിടെയൊക്കെയാണെന്നുള്ള അവിടെ ഇവിടെയൊക്കെ കുറച്ച് എടുത്ത് കളഞ്ഞ് കാണും. കൃത്യമായ രീതിയിൽ മെമ്പർ ഉണ്ട്. ഓരോ ഇരിക്കുന്ന ദിവസങ്ങളിലും കൃത്യമായ രീതിയിൽ ഡേറ്റ് ബൈ ഡേയ്സ് ആയിട്ട് ഉണ്ട്. ഒരു ദിവസം എനിക്ക് തോന്നുന്നുണ്ട് 9-10 തവണയൊക്കെ കറണ്ട് പോയത് മെമ്പർ കൃത്യമായി എഴുതി വെക്കുക. 15 തവണ ഞാൻ ഇതേ സമയത്ത് മാത്രം പോയാണ്. 15 തവണയൊക്കെ ഒരു ദിവസം പോയിട്ടുണ്ട്. അപ്പം ഇത് നാട്ടുകാരെ അല്ലെങ്കിൽ KSEB ബോർഡിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഇത് തന്നെ നോക്കാം. 17/11 പോയത് ഒരു പേന വെച്ച് പലകളിലും, പിന്നെ അത് കഴിഞ്ഞ് 23 അന്ന് എനിക്ക് എന്തോ പെൻസിലൊക്കെ ആയിരുന്നു ഇരുന്നത്. ഒരു 1/2 മിനിറ്റിലേക്കൊക്കെ പോയ സാധനമുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആണ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നത്. തലൂർ ചുണ്ടമല ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഗാർഹിക വൈദ്യുത കണക്ഷനുകളിൽ 24/9/2024 തീയതി മുതൽ 24/11/2024 തീയതി വരെയുള്ള കാലയളവിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സമയങ്ങളിൽ എത്രയെത്ര സമയം വൈദ്യുതി വിതരണം നിലച്ചിട്ടുണ്ട് എന്ന വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. കണ്ടല്ലോ, റിസീവ് ചെയ്തുകൊണ്ടുള്ള റെസിപ്റ്റും ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇവർ 3 ദിവസം മുമ്പ് എനിക്ക് തന്നത്. അപ്പം ഇതിനായിരിക്കുന്ന കുറേ പേരുണ്ട്. ഇവിടെ കറണ്ട് കട്ടാവറയില്ലെന്നോ, അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇതാണ് ഓരോ ദിവസം കറണ്ട് കട്ടാവുന്ന ഡീറ്റെയിൽ ഇത് തന്നിട്ടില്ല. കറണ്ട് കട്ടാവുന്നുള്ളത് KSEBയോട് സമ്മതിച്ചു. അവര് സമ്മതിച്ചു. പക്ഷെ സമ്മതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവര് 200 തവണ കട്ടാകുമ്പോൾ 10 തവണ പോലും കട്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇത് തെറ്റായ രീതിയിലുള്ള വിവരാവകാശം താങ്കൾക്ക് തന്നു. പക്ഷെ ഈ ടൈം കറക്റ്റ് ആണ്, ഈ ഡ്യൂറേഷൻ കറക്റ്റ് ആണ്. പക്ഷെ 100 തവണ പോകുമ്പോൾ 10 തവണ പോലും പോയിട്ടില്ല എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3/11/2024 ഞായറാഴ്ച 15 തവണ ഞാൻ ഇരുന്നപ്പം പോയതാണ്. അപ്പോൾ ഇതിനകത്ത് 3/11/2024 ഒറ്റ തവണ പോയിട്ടുള്ളൂ. പോയിട്ടുള്ളൂ. അതെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ടൈമിൽ തന്നെയാണ് ഇത് തന്നിരുന്നത് എന്നാണ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ. ഇത് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനം, ഇങ്ങനൊരു സാധനം. അപ്പം ഈ വിവരാവകാശം കൊടുത്തതിനകത്ത് തന്നെ നമുക്ക് തെറ്റായ വിവരം നൽകുകയും ചെയ്തു. അപ്പോൾ ഇത് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം, ഇതാണ് ഞാൻ കൊടുത്തത്, അതിപ്പോൾ എനിക്ക് തന്നത് തെറ്റായ വിവരമാണെന്ന്. അതിനു വേണ്ടിയാണ് വിവരം തന്നിട്ടില്ല. അപ്പോൾ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ ഡിവൈസ് കണ്ടു. ഇതിന്റെ പുറകിലും അന്ന് ചില്ലറ കൊടുത്തതിന് ശേഷം ഇതിന്റെ പുറകിലായിരുന്നു ഞാൻ. ഇത് മാർക്കറ്റുകളിൽ നോക്കി ഇങ്ങനെ ഒരു സാധനം ലഭ്യമാകുമോ എന്നുള്ള കാര്യം എങ്ങും കിട്ടാനില്ലായിരുന്നു. നെറ്റ് വഴി സെർച്ച് ചെയ്തു. പല എഞ്ചിനീയർമാരായിട്ട് പലരുമായിട്ട് ഞാനിങ്ങനെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരടുത്തെല്ലാം ചോദിച്ചു, അങ്ങനെ ഒരു സാധനം മാർക്കറ്റുകളിൽ കിട്ടത്തില്ല എന്നറിഞ്ഞു. അങ്ങനെയാണ് ഈ സാധനം നമ്മൾ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് വിശദീകരിക്കുകയാണ്. ഇത് കണ്ടിട്ടില്ല, ഇതിനകത്ത് കൺട്രോൾ യൂണിറ്റ്. അതെ, പവർ ഫെയിലിയർ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ഫെയിലിയർ 16 തവണ പവർ കട്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരിക്കലും കറണ്ട് കട്ടായ സമയമല്ല ഇവിടെ. ഇത് ഞാൻ നിങ്ങളെപ്പോലുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്ത് അതാണ് കേട്ടോ. അല്ല, ഇന്ന് ഇപ്പം 3 ദിവസം കൊണ്ട് പോയതല്ല ഇത്. ഇവിടെ കള്ളം പറയാൻ പാടില്ല. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിലാശം കൊടുത്തിട്ട് ഒരു 3-4 ദിവസം കൊണ്ട് ഇവിടെ കറണ്ട് കട്ടാവുന്നതേ ഇല്ല. അപ്പം അതിൽ നിന്ന് വീണ്ടും എനിക്ക് മനസ്സിലായ എന്താണ്, ഇത് കൂടുതലും ഈ കട്ടാവുന്നത് അവർ സ്വയം കട്ട് ചെയ്യുന്നതാണ് എന്നാണ് മനസ്സിലായത്. കൃത്യമായ രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തിരിച്ചും ഇത് 2 പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇത് കണ്ട് ഇതുപോലെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓഫ് ആക്കി കാണിക്കുന്ന ഇപ്പം ഫെയിലിയർ 16 ആണ്. സ്വിച്ച് ഓഫ് ചെയ്യാണ്.
കറണ്ട് ഇല്ല. അല്ല ഇത് ഇതാണ് ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടർ ഇല്ല എന്റെ വീട്ടിൽ. സോളാർ എമർജൻസി ആ ബൾബ്. ഇത് കണ്ടോ ഇത് കത്തുന്നില്ല. നെറ്റിൽ ഓഫ് ആണ്. ഓക്കെ ഓക്കെ. അത് ഓണാണ്. ഇപ്പൊ കറണ്ട് പോയതാണ്. കറണ്ട് പോയതാണ്. ഇപ്പൊ പറയും കറണ്ട് പോകാറേ ഇല്ലാന്ന്. എന്റെ വീട്ടിൽ കറണ്ട് പോകാറില്ല, കേരളത്തിൽ പോകത്തേ ഇല്ലാന്ന് പലരും അവകാശപ്പെടുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെയല്ലേ കറണ്ട് പോയി. അത് കറണ്ട് പോയോണ്ട് എനിക്ക് കാണിക്കുന്നത്. ഇപ്പൊ വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനകത്ത് ഈ ഫെയിലർ എന്നുള്ളതിനകത്ത് 17 വരും. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് പഴയ ഫെയിലറായ 17 ടൈമും 88 മിനിറ്റ് സേവനമില്ല എന്നുള്ളത്. ഇനിയിപ്പോ കറണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്പർ 17 ആവും. ഈ ആൾക്കാർ ചോദിക്കും ഈ ലൈറ്റ് എങ്ങനെയാ കത്തി കിടക്കുന്നതെന്ന് ചോദിക്കും. അത് ബാറ്ററിയുടെ കറണ്ട്. അതിനു വേണ്ടിയാണ് ഈ സിസ്റ്റം അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഇത് 4-5 ദിവസം കറണ്ട് ഇല്ലെങ്കിലും ഈ സാധനം ചെറിയ ചാർജ് മതി ഇതിനു വേണ്ടി. അതിങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണ് കറണ്ട് വരുന്നത് അപ്പം ഇത് 17 ആവും. ഇതിൻ്റെ ആ ഡ്യൂറേഷൻ എത്ര മിനിറ്റ്, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ആണ് എന്നുള്ള കാര്യം അത് ഈ ഡിസ്പ്ലേയിൽ മിനിറ്റിൽ മാത്രമേ കാണിക്കൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് കട്ടായി എന്നറിയണമെങ്കിൽ നമ്മൾ ഈ മെമ്മറി കാർഡ് എടുത്തിട്ട് ഡേറ്റ എടുത്താൽ മതി. കൃത്യമായിട്ട് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 19-ാം തീയതി 19 20-ാം തീയതി 11:41 ഇവിടെ കറണ്ട് ഇല്ല. നമ്മൾ ഡേറ്റ ഇതിന്റെ ഈ കാർഡ് എടുത്ത് നിങ്ങൾക്ക് കൃത്യമായി ഇത് തന്നെ നോക്കിയാൽ മതി. ഇപ്പം ഈ ടൈമിങ് 10:40 തന്നെ ആയിരിക്കും. അതിൽ വിരാശം കൊടുത്താൽ മതി. ഈ ടൈമിങ് അവർ പറയത്തില്ല. ഇപ്പൊ നമുക്ക് അറിയാവുന്നതാണ്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് ഈ സമയം. ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്നത്, ഇത് ഘടിപ്പിക്കേണ്ടുന്നത് എവിടെയാണ്? മീറ്ററിലാണ്. മീറ്ററിൽ തൊടാൻ നമുക്ക് അവകാശമില്ല. ഞാനിത് മീറ്ററിൽ തൊട്ട് നിങ്ങളുമായിട്ട് കാണിച്ചാലുണ്ടല്ലോ, ഞാൻ എൻ്റെ കുടുംബം എഴുതി വിറ്റ കേസ് പറയേണ്ടി വരും. അവൻ ആ രീതിയിൽ എന്നെ പെടുത്തിക്കളയും. മീറ്റർ തൊടാൻ അവകാശം നമുക്കില്ല. മീറ്ററിൽ തൊടാൻ നമുക്ക് ഒരു അവകാശവുമില്ല. ഇത് യഥാർത്ഥത്തിൽ അവര് ചെയ്യേണ്ട സാധനമാണ്. അവർ മീറ്റർ ഘടിപ്പിച്ച് തരണം. വൈദ്യുതി നമ്മൾ ചാർജ് പൈസ കൊടുത്ത് വാങ്ങുന്നു. പക്ഷെ സേവനത്തിനുള്ള പൈസ ഇതിനകത്ത് മൈനസ് ചെയ്യണമെന്ന് പറയുന്നത്. അതെ, സേവനത്തിനുള്ള ചാർജ് മേടിക്കുമ്പോൾ തീർച്ചയായും ഇപ്പൊ 88 മിനിറ്റ് 16 തവണ പോയിട്ടുണ്ട്. അത് നമുക്ക് KECB തന്നിട്ടില്ല. അതിന് നമ്മുടെ കയ്യിൽ പൈസ മേടിക്കുന്നത്. അത് നമുക്ക് മൈനസ് ചെയ്ത് തരണമെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി നിയമ വ്യവഹാരത്തിലേക്ക് എന്തെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ? പോകുന്നുണ്ട്. പിന്നെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഇപ്പൊ തന്നെയാണ് ഈ ഇത് എടുത്തു തുടങ്ങിയത്. ഇതിനകത്ത് തന്നെ നമുക്ക് ആദ്യത്തെ കറണ്ട് വന്നിരിക്കുന്നു. കറണ്ട് 16 88 എന്തോ അല്ലായിരുന്നു മിനിറ്റ് കിടന്നിരുന്നത്, 113. അപ്പം പ്രേക്ഷകരുടെ അറിവിലോട്ട് ഞങ്ങൾ കാണിക്കുകയാണ്. 13 എത്രയാണ് 15 മിനിറ്റത്തേക്കാണ് ഇപ്പം കറണ്ട് കട്ടായി. അപ്പൊ ഇത് കണ്ടില്ലേ 13 എല്ലാ ഇതുവരെ വന്ന ചാനലുകാർക്കെല്ലാം ഞാൻ സ്വിച്ച് ഓഫ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് കറണ്ട് കട്ടായത് തന്നെ ഇതിനകത്ത്. അപ്പം മെമ്പർ ഡിവൈസ് സക്സസ് ആണ്. കാരണം ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഞങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് 16 തവണയായിരുന്നു ഫെയിലിയർ എങ്കിൽ ഇതിപ്പോൾ 17 ഇവിടെ ഇന്നിപ്പോൾ കറണ്ടില്ല, 11:41 കറണ്ടില്ല. അപ്പോൾ 17 തവണ ഫെയിലിയറായി 113 മിനിറ്റായി. 88 90 അതാണ്ട് 25 മിനിറ്റോളം. അജിത്ത് ഇതിനകത്തും ന്യായീകരിക്കാൻ കാണും. ഇപ്പം വൈഫും കാണാൻ പുറകെ കൂടെ പോയി അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വന്ന് കാണിക്കുന്നു ഉടായിപ്പല്ലേ എന്ന് ചോദിക്കാൻ ആൾക്കാർ കാണും. എന്തായാലും നമ്മുടെ ഡിവൈസ് വർക്കിംഗ് ആണ്. ഈ ഡിവൈസ് വെരി സക്സസ്ഫുൾ ആണ്. ഇത് 17 തവണയായി 25 മിനിറ്റോളം ഇപ്പോൾ ഈ വീട്ടില്, അതായത് ചുണ്ടമല 25 മിനിറ്റോളം ചുണ്ടമല ട്രാൻസ്ഫോമറിന് കീഴിലുള്ള രഞ്ജിത്തണ്ണന്റെ വീട്ടില്, വീട്ടുപേര് തോണ്ടലിൽ വീട്ടില് കറണ്ട് ഇല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പിന്നെ ആളുകൾക്ക് ന്യായീകരിക്കുന്നവർക്ക് ന്യായീകരിക്കാം. എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായി. പക്ഷേ 25 മിനിറ്റ് ഇവിടെ സേവനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സേവനത്തിന് തുല്യമായ തുക KECB വാങ്ങുന്നുണ്ട്. അത് കൃത്യമായി തിരിച്ചു നൽകണം. അതെ, റെഗുലേറ്ററി കമ്മീഷൻ ഒറ്റ ചലഞ്ച്, ഒരു പൈസ ചലഞ്ച് ചെയ്യണം. ഞങ്ങൾക്ക് വലിയ പൈസയൊന്നും വേണ്ട. നിങ്ങൾ അവർ ഇപ്പം കൂട്ടിയ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 16 പൈസ ഒക്കെ, 28 പൈസ ഓരോ സ്ലാബ് അനുസരിച്ച്. ഇപ്പം ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടത് നിങ്ങൾ ഒരു പൈസ മതി. അവരുടെ KECBയുടെ സ്റ്റൈലിൽ, ബില്ലെടുക്കുന്ന സ്റ്റൈലിൽ തന്നെ ഒരു പൈസ തരാൻ ഈ റെഗുലേറ്ററി കമ്മീഷൻ KECB തയ്യാറാണ്. ചലഞ്ച് ചെയ്യാണ്. വേറൊന്നും വേണ്ട. ഞങ്ങൾക്ക് തരാത്ത സേവനത്തിന് നമുക്ക് സേവനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നമുക്ക് നഷ്ടപരിഹാരം തരണമെന്നുള്ളൊരു നിയമം ഉള്ളതാണ്. എപ്പോഴെങ്കിലും കറണ്ട് തന്നാൽ പോരാ, 24 മണിക്കൂറും കറണ്ട് തരാൻ ബാധ്യസ്ഥരാണ് KECB. അപ്പോൾ ഞങ്ങൾ ചലഞ്ച് ചെയ്തു, നമ്മൾ കൺസ്യൂമേഴ്സ് ചലഞ്ച് ചെയ്തു. നിങ്ങൾ 1 രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല അവരുടെ ബില്ലിൻ്റെ സ്റ്റൈലിൽ.
ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ ചായ കുടിച്ചതിൻ്റെ പൈസയോ രാവിലെ പുട്ട് കഴിച്ചതിൻ്റെ പൈസയോ ഒന്നും ഇവരെ ഇന്ന് ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു പൈസ തന്നാൽ മതി 1 മണിക്കൂറിന്. പക്ഷേ ആദ്യത്തെ 1 മണിക്കൂറാണ്. അത് രണ്ടാമത്തെ മണിക്കൂറായി കഴിഞ്ഞാൽ ആ പൈസ 1 പൈസ എന്നുള്ള നിരക്കിൽ അത് 2 പൈസയാക്കണം. അപ്പോൾ 2 × 2 എത്രയായി? 2 മണിക്കൂർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 പൈസ തരാൻ അവർ തയ്യാറാണോ? ഇതേ രീതിയിൽ തരാൻ തയ്യാറാണോ? ഇതേ രീതിയിൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 മണിക്കൂർ പോലും ഇവിടെ കറണ്ട് കട്ടാക്കത്തില്ല അവർ. അങ്ങനെ കട്ടാക്കി കഴിഞ്ഞാൽ 15 മണിക്കൂർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമെന്നറിയാം? 2457 രൂപ 60 പൈസ കിട്ടും. നമുക്ക് ഇങ്ങോട്ട് തരേണ്ടി വരും. ഇതാണ് കണക്ക്. 2 മാസത്തെ ബില്ല് തരുമ്പോൾ എങ്ങനെയായാലും ഒരു ദിവസം ഇവർ 1 മണിക്കൂർ 2 മണിക്കൂർ സമയം കട്ട് ചെയ്യുന്നുണ്ട്. അത് പാതിരാത്രിക്ക് 2 മണിക്ക് ആ സമയങ്ങളിൽ ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു 25 മിനിറ്റ് കട്ട് ചെയ്തു. നിങ്ങളുടെ വീട്ടിൽ കട്ട് ചെയ്ത് നിങ്ങൾ അറിയുന്നു? ഇല്ല, ആരും അറിയുന്നില്ല. ഇത് ഞാൻ എൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ടും ഇത് പിന്നെ വീക്ഷിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ വീട്ടിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം ഇത് 1 മണിക്കൂറിന് 1 പൈസ നിരക്കിൽ ഇതാണ് മെമ്പർ ക്ലെയിം ചെയ്യാൻ പോകുന്നത് റെഗുലേറ്ററി ബോർഡിനോട്. ഞാൻ ചലഞ്ച് ചെയ്യാം അവരുടെ അടുത്ത്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ? നമ്മൾ പിന്നെ കൺസ്യൂമേഴ്സ് പറയുന്നത് തെറ്റാണ് എങ്കിൽ ഇവിടെ കറണ്ട് പോകുന്നില്ല എന്ന് പറയാം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ 100ഓളം സമയം കറണ്ട് പോയപ്പോൾ അവർ തന്നത് ഇത്രമാത്രം കറണ്ട് പോയിട്ടുള്ളൂ എന്നുള്ള ഇതാണ് വിവരാശം. ഒരു പൗരന് വിവരാശം കൊടുക്കേണ്ടത് സത്യസന്ധമായിട്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള മറുപടി ആയിരിക്കണം കൊടുക്കേണ്ടുന്നത്. ഇത് ലാസ്റ്റ് പേജാണ് ഇതിൻ്റെ മറുപടി. അപ്പോൾ ഇതേ രേഖ തന്നെയല്ലേ നമ്മുടെ പാർലമെന്റിലും നിയമസഭയിലും എല്ലായിടത്തും ഇവർ കൊടുക്കുന്നത്? ഇതേ രേഖ തന്നെയല്ലേ കൊടുക്കുന്നത്? അപ്പം അപ്പോൾ കള്ളന്മാരെ ആരാക്കി? ആരാണ്? നമ്മൾ കൺസ്യൂമേഴ്സിനെ കള്ളന്മാരാക്കി. നമ്മൾ പറയുന്നത് തെറ്റാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം ഇതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത് പിന്നെ അവർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാനും പറ്റത്തില്ല. ധൈര്യമുണ്ടോ ഞാൻ പറയുന്നത് കള്ളമാണെന്നുള്ള കാര്യം? എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള ധൈര്യമുണ്ടോ? ഇത് പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റും. എൻ്റെ വീട് വേണ്ട, എൻ്റെ വീടിൻ്റെ ഇവിടെ അയൽവക്കത്ത് ഇഷ്ടംപോലെ CC ക്യാമറയുള്ള വീടുകളുണ്ട്. ആ CC ക്യാമറയുള്ള വീടുണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നു അറിയാൻ പറ്റും തോന്നുന്നു കറണ്ട് പോകുന്ന കാര്യം. CCTVയിലെ ബ്ലിങ്ക് ആ സമയം നോട്ട് ചെയ്യും. ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ബ്ലിങ്ക് ചെയ്യത്തില്ലേ? പിന്നെന്താ, അതിൽ നിന്ന് എടുത്തുകൂടെ? ഞാൻ ചലഞ്ച് ചെയ്യാണ് KCB എടുത്തത്. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും ഈ വിഷയം, അല്ലാതെ അതിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും അത്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവർ എപ്പോഴും എനിക്കെതിരെ കേസുമായിട്ട് പോകത്തില്ല. താങ്കൾ ഇതുമായി കോടതി വ്യവഹാരത്തിലേക്ക് കടക്കുകയാണ്. KCB റെഗുലേറ്ററി ബോർഡിന് ചലഞ്ച് ചെയ്യുകയാണ്. ചലഞ്ച് ചെയ്യണം, ഇവിടെ നിന്ന് തന്നെ ചലഞ്ച് ചെയ്യുകയാണ് ഞാൻ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇപ്പൊ ഇതിൽ നിന്നും സത്യം മനസ്സിലായല്ലോ എന്താണ് എന്നുള്ളത്. ഓക്കെ. ഇതെല്ലാം കള്ളത്തരം തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ നിയമങ്ങൾ മൊത്തം ലംഘിക്കുന്നവരാണ് KCB. അവർക്ക് നിയമം ഒരു വിഷയമേ അല്ല, ഭരണഘടന ഒരു വിഷയമേ അല്ല അവർക്ക്. അപ്പം അതിന് ശക്തമായി ഇന്ന് ജനങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രതികരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് രാഷ്ട്രീയവും ജാതി മതവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. KCB ജീവനക്കാരൻ്റെ വീട്ടിൽ അവർ കറണ്ട് കൊണ്ടാണ് ജീവിക്കുന്നത്. അവന് നാളെ പെൻഷനാവും, അവൻ്റെ മക്കൾ നാളെ KCB ജീവനക്കാരനാവണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് ഭാവിയിലേക്ക്. അതുകൊണ്ടാണ് ഒന്നിച്ചു നിന്ന് പോരാടുക. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ KCB നാളെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. എന്നും നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകണം. ഇതേ രീതിയിലാണ് കൃത്യമായിട്ട് തരാത്ത സേവനത്തിന് തിരിച്ചും നഷ്ടപരിഹാരം തന്നാൽ KCBയോട് എല്ലാവർക്കും ഒരു നല്ല ഒരു അഭിപ്രായമായിരിക്കും. വീണ്ടും അത് വർഷങ്ങളോളം നല്ല രീതിയിൽ പോകും. ഇങ്ങനെയാണ് എങ്കിൽ എനിക്ക് വലിയ വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് 18ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ പോയ വ്യക്തിയാണ്. 17 വർഷം പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കും. അതൊക്കെ ഇതുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷേ എന്നെ ഇതിലേക്ക് നയിച്ചതാരാണ്? KCB. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടെ എഞ്ചിനീയർമാരായിട്ടുള്ള എത്ര പേരുണ്ട്, അവരെയും ഇതേ ചിന്തയിലേക്കും ഇതേപോലെ അവരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ KCB എത്രമാത്രം ബുദ്ധിമുട്ടാവുമെന്ന് ചിന്തിക്കണം. എന്നെ പോലുള്ള ഒരു പൊട്ടനാണ് ഈ സാധനം എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ പലരുടെയും സഹായത്താൽ. അപ്പോൾ ഇതൊക്കെ KCB ചിന്തിക്കേണ്ടുന്നതാണ്. അവരുടെ അവസ്ഥ ഇനി നാളെ എന്താവണം? അവർ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ പ്രസ്ഥാനം നശിപ്പിക്കാൻ പാടില്ല. KCB ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, കറണ്ട് ഇല്ലാതെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്.
പിന്നെ അതുപോലെ തന്നെ അവർ ഇപ്പോൾ ഒരു ന്യായീകരണം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയും അവർ ഞാൻ പിന്നെ യൂണിറ്റ് നിങ്ങൾ എരിച്ച പിന്നെ ഇതിന് എന്താണ് മാത്രമല്ല കറണ്ട് ഈടാക്കൂ എന്നുള്ള പറയുന്നുണ്ട്. ബാക്കി തരണ്ടാലോ എന്ന്. അപ്പോൾ അവർ എപ്പോഴെങ്കിലും കറണ്ട് തന്നാൽ മതിയോ? അല്ല ഒരിക്കലുമല്ല. നിർബന്ധിത സേവനമാണ്. വാട്ടർ, വൈദ്യുതി എന്നൊക്കെ പറഞ്ഞ നിർബന്ധിത സേവനത്തിൽ വരുന്ന ആവശ്യകതയുള്ള വസ്തുക്കളാണ്. അത് തന്നേ മതിയാവും. ഞാൻ കഴിഞ്ഞ ചാനലിനകത്തൊരു ഇതിനൊരു ഉദാഹരണം ഞാൻ പറയും. നിങ്ങളെപ്പോഴും കൊല്ലം വണ്ടിയിൽ പോകുന്നവരാണ്, നിങ്ങളും പട്ടാഴിക്കാരാണ്. കൊല്ലം വണ്ടിയിൽ പോകുന്ന ആളെ കുണ്ട്ര ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് കുണ്ട്ര വരെയുള്ള ബസ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഇല്ല. അതുപോലെയാണ് നിങ്ങളൊരു തുണിക്കടയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടുന്നത്, താങ്കളൊരു പാൻറ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്, പാൻസ് ഇടുന്ന ആളാണ്. പാൻസ് തയ്ക്കാൻ വേണ്ടി ഒരു തുണിയുമായിട്ട് തുണിക്കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ആ തുണിക്കടക്കാരൻ ആ പാൻറ്റിൻ്റെ അതേ അളവിലുള്ള അത്രയും തുണി എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു നിക്കർ തയ്ച്ചു തരും. നിക്കർ തയ്ച്ച് തന്നിട്ട് നിങ്ങൾക്ക് നിക്കറിൻ്റെ പൈസയെ ഈടാക്കിയിട്ടുള്ളൂ. പാൻറ്റ് തയ്ക്കണമെങ്കിൽ 250 രൂപ. ഇപ്പോൾ എത്രയെന്നറിയില്ല, ഒരു ഉദാഹരണം പറഞ്ഞാണ്. നിക്കർ തയ്ക്കണമെങ്കിൽ 75 രൂപയേ ഉള്ളൂ. അവസാനം നിങ്ങളുടെ ഇത് വേണ്ട 50 രൂപയെ അയാൾ നിക്കറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഈ പാൻറ്റ് വാങ്ങാൻ പോയപ്പോൾ നിങ്ങൾക്ക് തന്നത് നിക്കറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ പൊന്നിട്ട് ഞാൻ എൻ്റെ പാൻറ്റ് താൻ്റെ നിക്കറാണ്, നിക്കർ തയ്ച്ച് താണ്ട് പിടിച്ചു താങ്കളുടെ നിക്കർ. അത് എനിക്ക് നിക്കറല്ല വേണ്ടത്, നിക്കറിൻ്റെ പൈസ തന്നാൽ മതിയുടെ ഇയാൾ. പറ്റത്തില്ല. കൺസ്യൂമർ ആക്ടിന് ഇയാൾ പാൻറ്റിൻ്റെ പൈസ തരണ്ട, ഇയാളെ നിക്കറിൻ്റെ പൈസ വാങ്ങിച്ചിട്ടുള്ളൂ. ഇയാളെ മറ്റേ പാൻറ്റിൻ്റെ തുണി മൊത്തം മടക്കി, ഞാൻ ആ തുണി ഒന്നും എടുത്തിട്ടില്ല, ആ നിക്കറിൽ തന്നെ ഉണ്ട്, അത് മടക്കി നല്ല കട്ടിക്ക് തന്നെയാണ് അടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? പറ്റത്തില്ല. നമുക്ക് എന്താണ് വേണ്ടത്? പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയത് അവിടെ. അപ്പോൾ നമുക്ക് പാൻസ് തന്നെയാണ് വേണ്ടുന്നത്, അല്ല നിക്കറല്ല വേണ്ടുന്നത്. നമ്മൾ ഈ KSEBിയുടെ ഈ പിന്നെ കണക്ഷൻ എടുത്ത് എന്തിനാണ്? 24 മണിക്കൂർ സേവനം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ പാല് മാത്രമോ അല്ലെങ്കിൽ 4 മണിക്കൂർ വന്നെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് സോളാർ മാത്രം ആദ്യം പോലെ ചെയ്താൽ പോലും. ഇവരെ KSEBിയെ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ആദ്യം പോലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും വയറിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വേറെ പല രീതിയിൽ സംവിധാനം ചെയ്താൽ പോലെ അതുപോലത്തെ ആവശ്യം. വലിയ അനാസ്ഥയാണ് KSEBിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ സേവനം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേ പറ്റൂ. 24 മണിക്കൂർ സേവനം തരാണ്, അല്ലെങ്കിൽ വിട്ടിട്ട് പോവുക. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഈ 13-ാം തീയതി 1 സെക്കൻഡിലേക്കും 2 സെക്കൻഡിലേക്കും കട്ടായതാണ് ഈ സമയങ്ങൾ. 5:11 മുതൽ 5:11 വരെ സെക്കൻഡ്. 1, 2, 3, 4, 5, 6, 5 തവണ 10 സെക്കൻഡിലേക്ക് കട്ടായതാണ് ഒരു തവണ. ഞാൻ ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞത്. ഈ 15 സമയത്തിൽ കട്ടായതിൻ്റെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞതാണ് അത്. അപ്പോൾ ഈ സാധനം ഇത്ര സമയം കട്ടായിട്ട് വരുവാന്ന് പറയുമ്പോൾ ഈ ഓരോ നമ്മുടെ ഇലക്ട്രോണിക്സ് മെഷീനുകളും ഓഫ് ആക്കിയിട്ട് ഓൺ ആവുമ്പോൾ ലൈഫിനെ ബാധിക്കും, പവറിനെ ബാധിക്കത്തില്ലേ? ഒരു സാധനം ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ പിന്നെ നോർമലായിട്ട് ഓണായിട്ട് കിടക്കുന്നതും ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴും 2 പവറാണ് എടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അത് തകരാറല്ലാവും. ഒരു 7 വർഷം നിൽക്കേണ്ട ഒരു ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം വാറണ്ടി തന്നിട്ട് 7 വാറണ്ടി തരുന്ന ഒരു ഇലക്ട്രോണിക്സ് ഐറ്റമാണ്. ചിലപ്പോൾ അത് 10 വർഷവും 15 വർഷമൊക്കെ നിൽക്കും, കംപ്ലൈൻറ്റ് ഇല്ലാതെ പോകാറുണ്ട്. ഇതേ സാധനത്ത് നോക്കിക്കോണം, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു 3 വർഷം വാറണ്ടി ഉള്ളതാണെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞ ഉടനെ ആ സാധനം അടിച്ചു വീണ്ടും നമ്മൾ പുതിയ വാങ്ങിച്ചു വെക്കേണ്ടി വരും. അപ്പോൾ വാറണ്ടി പീരീഡിന് മുമ്പ് അടിച്ചു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി നമുക്ക് തിരിച്ച് വാങ്ങിക്കാം, അവരെ കൊണ്ടുതരും, ഒന്ന് റിപ്പയർ ചെയ്ത് തരും. അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റാതെയാണെങ്കിൽ ആ കമ്പനി തന്നെ നേരിട്ട് തിരിച്ച് കൊണ്ടുതരികയും ചെയ്യും. ഒരു വിഷയമല്ല, ഇത് വലിയ വിഷയം തന്നെയാണ്. പ്രിയങ്കരനായ ജനകീയ മെമ്പറായ രഞ്ജിത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. KSEBിയുടെ ഭാഗത്തുനിന്നും വലിയ അപാകതയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം അദ്ദേഹം വിവരാവകാശം കൊടുത്തപ്പം അദ്ദേഹത്തിന് വിവരാവകാശം വളരെ തെറ്റായ രീതിയിലുള്ള സമയം കാണിച്ചുകൊണ്ടുള്ള വിവരാവകാശം കൊടുത്തിരിക്കുന്നത്. അത് തന്നെ വലിയൊരു നിയമ ലംഘനം തന്നെയാണ് KSEB ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഓരോ ദിവസത്തെയും കറണ്ട് പോകുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. സെക്കൻഡുകൾ വെച്ച് കറണ്ട് പോകുന്നൊരവസ്ഥയുണ്ട്. ഈ സെക്കൻഡുകൾ വെച്ച് കറണ്ട് പോകുന്ന അവസ്ഥ തീർച്ചയായും കൃത്യമായ രീതിയിൽ ട്രാൻസ്ഫോമറും ലൈനുകളും മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഇത്ര കൃത്യമായി ഇടപെട്ട് ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾക്ക് വലിയ കേടുപാടുകളും അതിൻ്റെ ലൈഫിനെയൊക്കെ ബാധിക്കുന്ന രഞ്ജിത്ത് മെമ്പർ തന്നെ പറഞ്ഞു. അപ്പം KSEBിയുടെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഉണ്ടാകുന്നു. അദ്ദേഹം പിന്നെ കൃത്യമായി പറയുന്നൊരു കാര്യം, ഈ KSEBിയും പിന്നെ വാട്ടറും അടക്കമുള്ള നിരവധി സേവനങ്ങൾ അത് ആവശ്യകത സേവനമായി നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നതാണ്. ഇത് കൃത്യമായി തന്നെ ഈ നാട്ടിലെ ആളുകൾക്ക് കൊടുത്തേ മതിയാകും.
ഈ വിഷയത്തിൽ പലപ്പോഴും മലയാളികളായ ആളുകൾ വളരെ സ്വാർത്ഥരാണ്. അവർ അവരുടെ കാര്യം നോക്കി, അവരുടെ വീട്ടിലെ കാര്യം നോക്കി, അവർ ആവശ്യം കഴിഞ്ഞ് പോകുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം. ഇതാരും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അദ്ദേഹം ഇതിൻ്റെ പുറകിൽ പോയി ഈ കട്ട് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഡിവൈസ് കണ്ടുപിടിച്ച് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് വിദ്യാഭ്യാസപരമായി വളരെ കുറച്ച് കാലങ്ങൾ മാത്രമേ വലിയ ഉന്നത വിദ്യാഭ്യാസമൊന്നുമില്ല. അദ്ദേഹം രാജ്യ സേവനത്തിന് പോയതിനു ശേഷം അദ്ദേഹം പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരികയും അത് നല്ലൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഇലക്ട്രോണിക്സ് വിദഗ്ധനോ എഞ്ചിനീയറോ ഒന്നുമല്ല. അങ്ങനെ അദ്ദേഹത്തിന് ഇത് ആവശ്യത്തിലേക്ക് കൊണ്ടെത്തിയ സാഹചര്യം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അലംഭാവം തന്നെയാണ്. അത്തരത്തിൽ അദ്ദേഹം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ഡിവൈസ് കണ്ടെത്തിയത്. അവിടെ കൃത്യമായ രീതിയിൽ ഈ ഡിവൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അത് മീറ്ററുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. ഏതൊക്കെ സമയത്താണ് കറണ്ട് പോയി, എത്ര സമയം കറണ്ട് പോയില്ല. അപ്പോൾ സേവനം എന്നത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ്റെ അവകാശം തന്നെയാണ്. ആ സേവനത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ് കേരളത്തിലുടനീളം KSE ബോർഡ് കാണിച്ചിരിക്കുന്നത്. തലവൂരിലെ മെമ്പറായ അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങൾ സൂചിപ്പിച്ചെങ്കിലും ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഈ സേവനം കൃത്യമായി ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു സജഷനുണ്ട്. അദ്ദേഹം റെഗുലേറ്ററി ബോർഡിനെ, വൈദ്യുതി റെഗുലേറ്ററി ബോർഡിനെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ 1 പൈസ വെച്ചും 2 മണിക്കൂർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്ലാബ് കൂട്ടിത്തരണമെന്നും ആ ചലഞ്ച് ഏറ്റെടുക്കുവാൻ KSE ബോർഡോ റെഗുലേറ്ററി കമ്മീഷനോ തയ്യാറാണോ എന്ന് വാർത്ത 24 ചോദിക്കുകയാണ്. എന്തായാലും ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ അഡ്രസ്സ് ചെയ്യപ്പെടുവാൻ ഈ വൈദ്യുത വകുപ്പ് മന്ത്രിയും ഭരണാധികാരികളും KSE ബോർഡും തയ്യാറാകുന്ന പ്രതീക്ഷയിൽ തലവൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.